ഹരിശ്രീ ഗണപതേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസേ. ഭരദ്വാജോൽപത്തി. ഒരു നാൾ ഭരദ്വാജൻ ഗംഗയിൽ കുളിപ്പാനായി വിരവിൽ ചെന്ന നേരം കണ്ടിതോ ഘൃതാചിയെ. മാരുത ഹൃദാംബരയാമവൾ തന്നെ കണ്ടു മാരനു വശനായി മാമുനിയതു നേരം. ഇന്ദ്രിയസ്ഖലനം വന്നതിനെ ദ്രോണം തന്നിലന്നേരമാക്കിക്കൊണ്ടാനതിൽ നിന്നുണ്ടാകയാൽ ദ്രോണരെന്നതു തന്നെ നാമധേയവും ചൊന്നാനാനന്ദം പൂണ്ടു സാംഗവേദവും പഠിപ്പിച്ചു. ഭരദ്വാജനു സഖിയാകിയ പൃഷതനാം ധരിത്രീപതിസുതൻ ദ്രുപദനതു കാലം ദ്രോണരോടൊരുമിച്ചു പഠിച്ചു വിദ്യകളും സുരലോകവും പൂക്കു. പൃഷതാമഹീപതി നരപാലകനായാൻ ദ്രുപദനതു കാലം. ഭരദ്വാജനും ശാരദ്വതിയെ വേട്ടു പിന്നെ ഭരദ്വാജാത്മജനായ അശ്വത്ഥാമാവുമുണ്ടായി. പുത്രനെ വളർപ്പതിനർത്ഥമില്ലാഞ്ഞ മൂലമർത്ഥിച്ചു ഭാർഗവനോടവനു മതുനേരം. അർത്ഥമെപ്പേരും ദാനം ചെയ്തു പോയിതു നിനക്കസ്ത്രസംഹാര പ്രയോഗാദികൾ പഠിപ്പിക്കാം എന്നതു കേട്ടു ഭരദ്വാജനും ധനുർവേദം നന്നായി പഠിച്ചിതു ഭാർഗവൻ തന്നോടപ്പോൾ. ദ്രുപദൻ തന്നെ ചെന്നു കണ്ടിതു സഖിയെന്നോർത്തവനും അധിക്ഷേപിച്ചുര ചെയ്തിതു പാരം. വിദ്യാർത്ഥ ശ്രുതപ്രജ്ഞ ശൗര്യാദി ഗുണങ്ങൾ കൊണ്ടൊത്തവരോടെ സഖ്യമുണ്ടാവിതെല്ലാവർക്കും. പുഷ്ടനും വിപുഷ്ടനും തമ്മിൽ സഖ്യമില്ല രുഷ്ടനാം ദ്രുപദനുമിങ്ങനെ പറഞ്ഞപ്പോൾ. പുത്രനും ശിഷ്യന്മാരുമായവൻ പുറപ്പെട്ടു ഹസ്തിനപുരത്തിങ്കൽ ചെന്നു പുക്കതു നേരം. ബാലന്മാർ പലരുമായി വീടയാ കളിക്കുമ്പോൾ കാലജാങ്കുലീയക മന്ധുവിൽ വീണുപോയി. വീടയുമതിനോടുകൂടവേ വീണമൂലം ക്രീഡയും വെച്ചു അതിനെ എടുപ്പാനായി അന്ധുവിൻകരെ സോൽകണ്ഠന്മാരായ എല്ലാവരും അന്ധന്മാരുപായമില്ലാഞ്ഞു നിൽക്കുന്ന നേരം. ആസന്നാപരിതനായി ശ്യാമനായി കൃശാങ്കനായി ഭൂസുരോത്തമൻ ചിരിച്ചവരോടുര ചെയ്തു. വീടയും മുദ്രികയും ജ്ഞാനിഷീകളാലേ പീഡ കൂടാതെ എടുത്തിടുവൻ നിങ്ങൾ മമ ഭോജനം തന്നിടുവിനെന്നതു കേട്ടു ധർമ്മരാജനന്ദനൻ ചൊന്നാൻ. മൃഷ്ടാഷ്ടീ തരുവൻ ഞാൻ. അന്നേരമിഷീകകൾ മേൽക്കുമേൽ പ്രയോഗിച്ചിട്ടന്യോന്യ സമായോഗാൽ വീടയുമെടുത്തിതു. ധന്യനാം ദ്രോണാചാര്യൻ മുദ്രയുമതു നേരം വന്നിതു കുമാരന്മാർക്കുള്ളിൽ അത്ഭുതമേറ്റം. അഭിവാദ്യവും ചെയ്തു ചോദിച്ചു കുമാരന്മാരഭിലാഷകൾ നൽകാമാരെന്നു പറയണം. ചോദിപ്പിൻ ഭീഷ്മരോടു നിങ്ങൾ ചെന്നവനെന്നാൽ ബോധിപ്പിച്ചിടുമെന്നെ നിങ്ങൾക്കു വഴി പോലെ. ചെന്നവർ ചോദിച്ചപ്പോൾ ഭീഷ്മരും ദ്രോണരെന്നാൻ ചെന്നിനി നിങ്ങൾ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നിടുവിൻ. ചെന്നിതു കുമാരന്മാർ തമ്മോടും ഭരദ്വാജൻ നന്നായി വന്നതെന്നു ചൊല്ലിനാൻ. ഗംഗാദത്തൻ വന്ന കാരണം ചോദിച്ചിടിനാനതു നേരം. ധന്യനാം ഭരദ്വാജൻ ചൊല്ലിനാൻ പരമാർത്ഥം. അഗ്നിവേശാഖ്യനാകും മാമുനി തന്നോടു ഞാൻ അസ്ത്രങ്ങൾ പഠിപ്പാനായി ചെന്നിരുന്നതു കാലം. പാഞ്ചാല രാജപുത്രനാകിയ യജ്ഞസേനൻ വാഞ്ഛയാ കൂടെ പഠിച്ചിടിനാൻ മയാ പുരാ.
സുബ്രഹ്മചാരിയാകും യജ്ഞസേനനും ഞാനും സുബ്രഹ്മണ്യനും രാമദജ്ഞനുമെന്ന പോലെ വിദ്യയും അഭ്യസിച്ചു മരുവേടിന കാലം വിദ്വാനാം നൃപസുതൻ എന്നോട് ചൊല്ലിയിടിനാൻ. ഞാനിനി രാജാവായാൽ എന്നുടെ രാജ്യമൊക്കെ ജ്ഞാനിയാം ഭവാൻ അധീനത്വമാക്കുവനല്ലോ. പിന്നെ ഞാൻ വീട്ടുപുത്രനുണ്ടായോരനന്തരം ചെന്നപ്പോൾ അവനെന്നെ ധിക്കരിക്കയും ചെയ്താൻ. വന്നിതുമവിടെ നിന്നിപ്പോൾ ഞാൻ മഹാമതേ ധന്യനാം ഭവാൻ തന്നെ കാൺമാനെന്നറിഞ്ഞാലും എന്നതു കേട്ടു ഭീഷ്മർ തന്നെ പൗത്രന്മാരെ നന്നായി പഠിപ്പിപ്പാൻ അവിടെ വെച്ചുകൊണ്ടാൻ. കാലം ബാലന്മാരെ ശിക്ഷിച്ചു പഠിപ്പിച്ചു വിഖ്യാത കീർത്തിയോടും അവിടെ വാഴും കാലം. ഒരു നാൾ ഭരദ്വാജൻ രഹസ്യ വിളിച്ചുടൻ കുരുവീരന്മാരാകും ശിഷ്യരോടുര ചെയ്തു. എന്നുടെ മനോരഥം നിങ്ങൾ സാധിപ്പിക്കണമെന്നതു കേട്ടു ധാർത്തരാഷ്ട്രന്മാർ മിണ്ടിയിലേതും. അന്നേരം ധർമ്മപുത്രർ തന്നെ മുഖം നോക്കി നിന്നോരോ സവ്യസാചി ചൊല്ലിനാൻ തെളിവോടെ. നിന്തിരുവടിയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഞാൻ അന്തരമില്ല സാധിപ്പിച്ചു കൂട്ടുവനല്ലോ. തെളിഞ്ഞു ഭരദ്വാജനതു കേട്ട അർജുനനെ പുണർന്നു ഗാഠം ഗാഠം മുകർന്നു ശിരസിങ്കൽ. ആനന്ദാശ്രുക്കളോടും അശ്വത്ഥാമാവു തന്നെ മാനം തേടിയിടും ജിഷ്ണു തന്നെ കയ്യിൽ നൽകി. നിനക്കു സഖീവനെന്നതോ മുര ചെയ്താൻ കനക്കെ മോദം പൂണ്ടു പുണർന്നാൻ പാർത്ഥനപ്പോൾ. നാനാദേശന്മാരായ രാജപുത്രന്മാരോടും ദ്രോണരും പഠിപ്പിച്ചു കൗരവന്മാരെയെല്ലാം. പാർത്ഥനോടുള്ളിൽ സ്പർദ്ധരാധേയനുണ്ടായി വന്നു ധാർത്തരാഷ്ട്രന്മാർ തമ്മെ ആശ്രയിച്ചിരിക്കയാൽ. ഗുരുശുശ്രൂഷാരതനാകിയ വിജയനെ പെരിക സ്നേഹമുണ്ടായി വന്നിതു ഗുരുവിനും. അന്നം ഫൽഗുനനിരുട്ടത്തു നീ കൊടുക്കരുതെന്നു പാചകൻ തന്നോടാചാര്യനരുൾ ചെയ്താൻ. അന്നൊരു നിശി പാർത്ഥൻ ഭുജിപ്പാനിരിക്കുമ്പോൾ വന്നു ദീപത്തെ പൊലിച്ചിടിനാൻ ചണ്ഡവാദം. അഭ്യാസബലം കൊണ്ടു ഹസ്തവും വായ്ക്കൽ ചെന്നിതപ്പൊഴുതതു കണ്ടു നിത്യവും പിന്നെ പാർത്ഥൻ. രാത്രിയിൽ താനേ നിന്നു സാധിച്ചിടുന്ന കാലം പാർത്ഥന്റെ ഗുണനാദം കേട്ടാശു ഭരദ്വാജൻ. സന്തോഷത്തോടു കൂടി ചെന്നുടൻ ആശ്ലേഷിച്ചു കുന്തിനന്ദനൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ. ഉത്സാഹമിത്രയുണ്ടായി മറ്റൊരു ധനുർധരൻ തുൽസമനായിട്ടില്ല സത്യമെന്നതു നേരം. തേരിലും ആനമേലും കുതിരമേലും പിന്നെ പാരിലും നിന്നു യുദ്ധം ചെയ്യേണ്ടും പ്രകാരവും. ഗദയോ മസി ചർമ്മ തോമര പ്രാസശക്തി മുസലമായുധങ്ങൾ സങ്കീർണ യുദ്ധത്തിലും സുഖമേ പരിശ്രമിപ്പിച്ചിതു പലതരം നിഖില രാജകുമാരന്മാർക്കുമവണ്ണമേ. ഏകലവ്യന്റെ ഗുരുദക്ഷിണ. പറഞ്ഞാൽ വിഷാദരാജാവായി മരുവുന്ന ഹിരണ്യധനുസ്സിൻ്റെ തനയനേകലവ്യൻ അടിയനെയും കൂടി പഠിപ്പിക്കണമെന്നതുടനെ കേട്ടു ഭരദ്വാജനു അരുൾ ചെയ്തു. എന്നോടുകൂടി നിത്യം അഭ്യസിക്കയും വേണ്ട, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിടുവനെന്നാൽ മതി. എന്നുടെ ശിഷ്യൻ തന്നെ നീ എന്നു ധരിച്ചാലും ഇന്നു തൊട്ടിനി അങ്ങു പൊയ്ക്കൊള്ളുകേ വേണ്ടുതാനും. വന്ദിച്ചു പോയിട്ടവൻ അരണ്യം തന്നിൽ ചെന്നു മണ്ണുകൊണ്ടാത്മാ ഗുരു തന്നെ രൂപം തീർത്തു. ഗുരുവെ സങ്കൽപ്പിച്ചിട്ടഭ്യസിച്ചിടും കാലം പെരിക വിദഗ്ധനായി വന്നാനെന്നതേ വേണ്ടു. അക്കാലം നായാട്ടിനായ ആചാര്യനിയോഗത്താൽ പൊക്കിതു യുധിഷ്ഠിരനാദികൾ വനദേശം. ഏകലവ്യനെ കണ്ടു കുരച്ചു സാരമേയം വേഗമോടേഴു ശരമവനും പ്രയോഗിച്ചാൻ. അമ്പുകൊണ്ടഴൽ പൂണ്ടു മുമ്പിൽ വന്നിതു നായും വമ്പരാം കുമാരന്മാരൻപു പൂണ്ടതു നേരം. ആരെന്നു തിരയുമ്പോൾ ഏകലവ്യനെ കണ്ടു വീരന്മാർ ചോദിച്ചിതു നീയാരെന്നതു നേരം.
ഹിരണ്യധനുസിൻ്റെ തനയനേകലവ്യൻ ഭരദ്വാജാത്മജൻ്റെ ശിഷ്യരിൽ മുമ്പനല്ലോ. അതു കേട്ടൊരു കുമാരന്മാരും പുരംപുക്കാർ തദനു ധനഞ്ജയൻ ദ്രോണരോടുര ചെയ്തു. നിനക്കു സമനായിട്ടെനിക്കു ശിഷ്യരില്ലെന്നനുജ്ഞ തന്നതിപ്പോൾ അസത്യമെന്നും വന്നു. കണ്ടിതു വനത്തിൽ നിന്നേകലവ്യനെയവനുണ്ടാക്കി പരിഭവം ഞങ്ങൾക്കെന്നറിഞ്ഞാലും. അതു കേട്ടൊരു ദിനം അർജുനനോടും കൂടി കുതുകാലടവി പൊക്കിയിടിനാൻ ദ്രോണാചാര്യൻ. നമസ്കാരവും ചെയ്താൻ ഭക്തിയോടേകലവ്യൻ. ക്രമത്താലടവുകൾ കാട്ടിയാൻ കുറ്റം തീർപ്പാൻ. ശ്രമിച്ചതെല്ലാം നന്നോ പിഴച്ചീലൊന്നുമിനി നമുക്കു ശിഷ്യനെങ്കിൽ ദക്ഷിണ ചെയ്തിടുന്നാൻ. ദക്ഷിണ വേണ്ടുന്നതെന്തെന്നവൻ ചോദിച്ചപ്പോൾ ദക്ഷിണാംഗുഷ്ഠം മുറിച്ചെനിക്കു നൽകിയിടുന്നാൻ. ദക്ഷിണ ചെയ്വാനവൻ ദക്ഷിണാംഗുഷ്ഠമപ്പോൾ ദക്ഷനായി ചമഞ്ഞിതോ മുന്നേതിലേറ്റമവൻ. സത്യതൽപരത്വവും ഭക്തിയും കണ്ടു പാർത്ഥനെത്രയും ബഹുമാനിച്ചിടിനാനവനെയും. യാത്രയും ചൊല്ലി പുനരാസ്ഥയാ വരം നൽകി പാർത്ഥനുമായി ചെന്നു ഹസ്തിനപുരം പുക്കാൻ.